സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോസി വാകമറ്റ് എഴുതിയ നോവൽ സാന്ത്വനം. അവതരണം സിന്ധു അശോക്. ചുരത്തിനപ്പുറത്ത് എസ്റ്റേറ്റിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്നും തെല്ലകലെയായി ജീപ്പ് നിന്നു. രാജീവൻ ജീപ്പിലിരുന്നു കൊണ്ട് തന്നെ പരിസരമെല്ലാം നല്ലവണ്ണം നിരീക്ഷിച്ചു. ചുറ്റുപാടുകൾ തീർത്തും വിജനമെന്ന് കണ്ടപ്പോൾ അയാൾ ജീപ്പിൽ നിന്നും ഇറങ്ങി. ടാക്സി ചാർജ് കൊടുത്തു. ഡ്രൈവറോട് തിരിച്ചു പോയിക്കൊള്ളാൻ ആംഗ്യം കാട്ടി. ഡ്രൈവർ ജീപ്പ് അവിടെ ഇട്ട് തിരിച്ചു. പിന്നെ അത് ഇരമ്പി പാഞ്ഞകന്നു. പുറകിലുള്ള ചുവന്ന വെളിച്ചം അകലെ അപ്രത്യക്ഷമാകുന്നതുവരെ രാജീവൻ നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞപ്പോൾ ഇരുട്ട് എല്ലാ ഭാഗത്തു നിന്നും വന്ന് ചുറ്റി വരിഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. കുറ്റാകുറ്റിരുട്ട്. ആകാശം മാത്രം മങ്ങി വിളറി കാണാം. മലകൾ ചക്രവാളങ്ങളിൽ വരയ്ക്കുന്ന അതിരുകളും. അങ്ങു താഴെ ചുരത്തിന്റെ അഗാധതകളിൽ ചിതറിക്കിടക്കുന്ന പ്രകാശപ്പൊട്ടുകൾ. രാജീവൻ വാച്ചിൽ നോക്കി. റേഡിയം ഡയൽ 12:15 മണി എന്ന് കാണിച്ചു. പാൻസിന്റെ പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് തെളിച്ചുകൊണ്ട് അയാൾ ഗേറ്റിന് നേർക്ക് നീങ്ങി. ഗേറ്റിനു മീതെ കമാനാകൃതിയിൽ വാലിസ് എസ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗേറ്റിനപ്പുറത്ത് ടോൾ സ്റ്റേഷൻ. അവിടെ കാവൽക്കാരുണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ ഉറക്കം പിടിച്ചിരിക്കും. ഗേറ്റിന് സമാന്തരമായുള്ള മുൾവേലികൾക്കിടയിലൂടെ രാജീവൻ നൂണ്ട് അപ്പുറം കടന്നു. പിന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ തിടുക്കപ്പെട്ട് നടന്നു. ആഞ്ഞാഞ്ഞു വെട്ടും പോലെ തണുപ്പ് കാറ്റ്. രാജീവൻ കമ്പിളി ഷാൾ നല്ലതുപോലെ കഴുത്തിൽ ചുറ്റി. ചെവി കുറേശ്ശെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ശൈത്യമേഖലയിലേക്ക് കടന്നതുകൊണ്ടാവണം. ഇംഗ്ലീഷിലെ എസ് എന്ന അക്ഷരാകൃതിയിലുള്ള വളവ് തിരിഞ്ഞു. അതിന് എസ് വളവെന്നു പേരും. ദൂരെ വാലിസ് എസ്റ്റേറ്റിലെ വെളിച്ചം ഇപ്പോൾ ശരിക്കു കാണാം. രാജീവൻ ജാഗ്രതയോടെ നടപ്പ് തുടർന്നു. കുറെ ചെന്നപ്പോൾ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദവും ചുമയും കേട്ടു. രാജീവൻ വഴിയോരത്തെ നീർവേങ്ങ മരത്തിനു പിന്നിൽ മറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ റോഡിലൂടെ രണ്ടുപേർ ഉറക്കെ സംസാരിച്ചുകൊണ്ട് കടന്നുപോയി. ഫാക്ടറി ജോലിക്കാർ ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങിയാണെന്ന് രാജീവൻ ഊഹിച്ചു. രാജീവൻ നടപ്പ് തുടർന്നു. എസ്റ്റേറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നാനാവഴിക്ക് തിരിഞ്ഞു പോകുന്ന റോഡുകൾ. ഓഫീസ് കെട്ടിടങ്ങളുടെ സമീപം എത്തിയപ്പോൾ ഒരു ജീപ്പ് എതിരെ വരുന്നത് കണ്ടു. അത് എസ്റ്റേറ്റ് ഉടമ സ്റ്റീഫൻസൺ മുതലാളിയുടേതാണെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. ഒളിക്കാൻ ഒരിടവുമില്ല. അയാൾ കുറേ ദൂരം പിറകോട്ടോടി. റോഡിന് താഴെയുള്ള വേലിക്കെട്ടിനപ്പുറം ചാടി മറഞ്ഞു. ജീപ്പ് ഇരുമ്പി കടന്നുപോയി. രാജീവൻ തിരികെ റോഡിലിറങ്ങി ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗം നടന്നു. ആഫീസ് മൈതാനത്തിലെത്തിയ അയാൾ അവിടെ നിന്ന് ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. പരിസരത്തെങ്ങും ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഒരു കാട്ടുകുതിരയെപ്പോലെ ക്വാർട്ടേഴ്സുകളുടെ നേർക്ക് അതിവേഗം ഓടി. രവീന്ദ്രന്റെ ക്വാർട്ടേഴ്സിന് മുന്നിലെ കമ്പിവേലി ചാടിക്കടന്ന് വരാന്തയിലേക്ക് കയറി അയാൾ കിതച്ചു നിന്നു. തന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. അയാൾ അമർത്തിയ സ്വരത്തിൽ 2-3 ആവർത്തി രവീന്ദ്രനെ വിളിച്ചു. മറുപടി കിട്ടാഞ്ഞ് വാതിലിൽ ശക്തിയോടെ മുട്ടി. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. പിറുപിറുക്കൽ കേട്ടു. ആരാ? വാതിൽ തുറക്കടോ. രവീന്ദ്രൻ വാതിൽ തുറന്നതും രാജീവൻ ചാടി അകത്ത് കടന്ന് കതകടച്ചു കുറ്റിയിട്ടു. നീയോ? രാജീവന് അമ്പരപ്പായിരുന്നു. അപ്പോഴേക്കും ജോർജു എഴുന്നേറ്റ് വന്നു. നീ ഈ രാത്രിയിൽ? നാട്ടിൽ നിന്ന് വരികയാ. രാജീവൻ അവരുടെ ബെഡ്റൂമിലേക്ക് കടന്നു. നിന്നെ ആരെങ്കിലും കണ്ടോ? ജോർജ് ചോദിച്ചു. ഇല്ലെന്ന് വിചാരിക്കുന്നു. നീ എന്ത് സാഹസമായി കാണിച്ചത്? ഞങ്ങളെ കൂടി കൊലയ്ക്ക് കൊടുക്കല്ലേ രാജീവ. ഒന്നിച്ചൊരു കുഴിയിൽ ചാകാനിരുന്നവരല്ലേ നമ്മള്. സാരമില്ല. നിന്നെ ആരെങ്കിലും കണ്ടാലുള്ള അവസ്ഥ നിനക്കറിയാമോ? അറിയാം. നോക്ക്, സ്റ്റീഫൻസൺ ഇരട്ടക്കുഴൽ റൈഫിളും നിറച്ചു വെച്ച് നിന്നെ കാത്തിരിക്കുകയാണിവിടെ. കണ്ടാലുടൻ കാച്ചിക്കളയാൻ. വന്ന വഴിക്ക് അയാളെ കണ്ടു. ജീപ്പിൽ പോകുന്നു. എന്നിട്ട് നിന്നെ കണ്ടില്ലേ? ഞാൻ മാറിക്കളഞ്ഞു. രവീന്ദ്രൻ താക്കീതെന്നവണ്ണം പറഞ്ഞു. മോനെ, ജീവൻ പണയം വെച്ചുള്ള കളിയാണത്. 100 പേരുടെ കൺമുന്നിൽ വെച്ച് നിന്നെ വെടിവെച്ചിട്ടാലും ശരി, അയാൾ നിയമത്തിന്റെ പിടിയിൽ നിന്നും തലയൂരും. നിനക്ക് നിന്റെ ജീവിതമാ നഷ്ടം, നിന്റെ കുടുംബത്തിന് അത്താണിയും. രാജീവൻ കട്ടിലിരുന്ന് ഒരു സിഗരറ്റ് കൊളുത്തി. രവീന്ദ്രൻ കസേരക്കൈയിൽ വന്നിരുന്ന് രാജീവിനോട് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു. സോണിയ സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവളുടെ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ? വിവാഹം നടക്കാൻ പോകുന്നത്രേ. ഓഹോ, ആരാണ് വരൻ? രാജീവിന്റെ സ്വരത്തിൽ പുച്ഛം. മോറിസൺ എസ്റ്റേറ്റിലെ സ്റ്റാൻലി. അത് ശരി. മൂപ്പർക്ക് അവളോട് കലശലായ പ്രേമമാണല്ലോ. ഇരുകൂട്ടരുടെയും മാതാപിതാക്കൾക്കാണെങ്കിൽ പണ്ടേ സമ്മതം. അതിനിടയിലാണ് നീ വന്നു കയറി ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നാൽ പിന്നെ ഉടനടി അവരുടെ കല്യാണം നടത്തിയേക്കാമെന്നാണ് സ്റ്റീഫൻസൺ മുതലാളി.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രാജീവൻ തലകുലുക്കി. ആകട്ടെ, നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? ജോർജ് ചോദിച്ചു. കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാൻ. എന്തു തീരുമാനം? സോണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നു. നീ വിളിച്ചാൽ അവൾ വരാൻ തയ്യാറായില്ലെങ്കിൽ? രാജീവൻ പുക ശക്തിയായി ഊതിപ്പറപ്പിച്ചു. എങ്കിൽ അവളുടെ ഫിയാൻസയെ എനിക്ക് കൊല്ലേണ്ടി വരും, സ്റ്റാൻലിയെ. രാജീവൻ, ജോർജ് അയാളെ ശാസിക്കും മട്ടിൽ നോക്കി. തമാശ പറയുകയല്ല ഞാൻ. കൈവിട്ട് കളിക്കാൻ തന്നെയാണ് തീരുമാനം. സ്നേഹിച്ചു പോയില്ലേടാ ഞാൻ. എന്നാലും ഒരു പെണ്ണിനു വേണ്ടി. എനിക്ക് വെറും ഒരു പെണ്ണല്ല അവൾ. എന്റെ എല്ലാമാണ്, സർവസ്വം. എന്റെ പ്രാണന്റെ വിലയാണ് ഞാൻ അവൾക്ക് ഇട്ടിരിക്കുന്നത്. അവൾക്കു വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്റെ തലയ്ക്കകത്ത് നിലാവ മത്തുപിടിച്ചിരിക്കുകയാണ് നിനക്ക്. രവീന്ദ്രൻ നിരാശാഭാവത്തിൽ തലവെട്ടിച്ചു. രാജീവൻ ഒന്നും മിണ്ടാതെ പുകയൂതി പറപ്പിച്ചുകൊണ്ടിരുന്നു. കുറെ സമയത്തേക്ക് അവിടെ നിശബ്ദത കളിയാടി. ഒടുവിൽ ജോർജ് തന്നെ മൗനം ഭഞ്ജിച്ചു. ആട്ടെ, എന്തു ചെയ്യാനാ നിന്റെ പ്ലാൻ? ഞാൻ 3 മാസത്തെ ലീവ് എടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ സോണിയുമായി ഒരു കൂടിക്കാഴ്ച. എന്നിട്ടേ തീരുമാനിക്കൂ. അവൾ നിന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അവൾ പറയുന്ന ദിവസം രാത്രിയിൽ ഞാൻ ചുരത്തിനിപ്പുറത്ത് കാറുമായി കാത്തു നിൽക്കും. അവൾ ആരും അറിയാതെ ഇറങ്ങി വരും. നാട്ടിലെത്തിയാൽ കുറെ നാൾ ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യം എന്റെ സുഹൃത്തുക്കൾ ചെയ്തു തരും. ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? എന്തു വന്നാലും നേരിടാൻ ഒരുക്കമാണ് ഞാൻ. നീ അങ്ങനെ എവിടെ വെച്ച് സോണിയുമായി കൂടിക്കാഴ്ച നടത്തും? അവളോട് ഇവിടെ വരണമെന്ന് നിർദ്ദേശിച്ച് സുനന്ദയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തയക്കാം. ഇവിടെ വെച്ചോ? സ്റ്റീഫൻസൺ മുതലാളി അറിഞ്ഞാൽ ഞങ്ങളുടെ പണി മാത്രമല്ല, തലയും പോകും. അതുമാത്രമോ? പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ക്വാർട്ടറിൽ എസ്റ്റേറ്റ് ഉടമയുടെ മകൾ കയറി വരുന്നത് ആളുകൾ ശ്രദ്ധിക്കും. എന്നാൽ സുനന്ദയുടെ ക്വാർട്ടേഴ്സിൽ അവൾ വരട്ടെ. അത് കൊള്ളാം. അവളായിരുന്നല്ലേ ഹംസം, ജോർജ് പറഞ്ഞു. എന്നാൽ രാത്രി തന്നെ അങ്ങോട്ട് പോയിക്കോ, രവീന്ദ്രൻ നിർദ്ദേശിച്ചു. വേണ്ട, പുലർച്ചയ്ക്ക് ഞാനങ്ങ് പോയിക്കൊള്ളാം. 5 മണിയുടെ സൈറൻ കേട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. ജോർജും രവീന്ദ്രനും പരസ്പരം നോക്കി. ശരി എന്ന് തലയാട്ടി. അധികം വൈകാതെ മൂവരും ഉറങ്ങാൻ കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ജോർജിന്റെയും രവീന്ദ്രന്റെയും കൂർക്കമ്പലി കേട്ടു. രാജീവിന് ഉറക്കം വന്നില്ല. കണ്ണാടി ജനാലയിൽ കാറ്റലകൾ വന്ന് മുട്ടിക്കൊണ്ടിരുന്നു. ആരോ മുട്ടി വിളിക്കുകയാണെന്നേ തോന്നു. താൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സോണിയ ഈ പാതിര കഴിഞ്ഞ നേരത്തും ഓടിയെത്തുമായിരുന്നെന്ന് അയാൾ ഓർത്തു. എന്തൊക്കെ സംഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുമ്പോൾ അതിശയമാണ്. 3.5 വർഷം മുമ്പ് വാലിസ് എസ്റ്റേറ്റിൽ ഒരു നാടോടിയെ പോലെ വന്നു കയറുമ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ജീവിതം, അതിന്റെ ഗതിവേഗവും വഴിത്തിരിവുകളും. ബിരുദ പഠനം കഴിഞ്ഞ് വോളിബോൾ കളിയുമായി അലഞ്ഞു നടന്ന കാലം. നന്നായി കളിക്കുമെന്നതിനാൽ പല ക്ലബ്ബുകളും ബുക്ക് ചെയ്യുമായിരുന്നു. ഒരു കളിക്ക് 200 മുതൽ 500 രൂപ വരെയാണ് പ്രതിഫലം. പീരുമേട് സർക്കിളിലുള്ള എസ്റ്റേറ്റുകൾ തമ്മിലുള്ള വോളിബോൾ ടൂർണമെന്റ് അക്കൊല്ലം വാലിസ് എസ്റ്റേറ്റിൽ വെച്ചാണ് നടന്നത്. എല്ലാ വർഷവും അത് വളരെ വാശിയോടെയാണ് നടക്കാറ്. ട്രോഫി നേടുക എന്നത് എസ്റ്റേറ്റുകൾ അഭിമാന പ്രശ്നമായാണ് കണക്കാക്കുന്നത്. അതിനുവേണ്ടി നഗരങ്ങളിൽ നിന്നും കേൾവി കേട്ട ക്ലബ്ബുകളിൽ നിന്നും മികച്ച വോളിബോൾ കളിക്കാരെ എത്ര പണം ചെലവാക്കിയും വിലക്കെടുത്തുകൊണ്ടുവന്ന് തങ്ങളുടെ എസ്റ്റേറ്റിന് വേണ്ടി കളിപ്പിക്കാൻ എസ്റ്റേറ്റുകാർ മത്സരിച്ചിരുന്നു. നല്ലൊരു വോളിബോൾ കളിക്കാരൻ കൂടിയായിരുന്ന രാജീവൻ അങ്ങനെയാണ് വാലിസ് എസ്റ്റേറ്റിൽ എത്തിയതും വാലിസ് എസ്റ്റേറ്റിന് വേണ്ടി കളിച്ചതും. രാജീവന്റെ ഓൾറൗണ്ട് മികവിൽ വാലിസ് എസ്റ്റേറ്റ് അക്കൊല്ലം ട്രോഫി നേടി. 3.5 വർഷം മുമ്പ്. ഫൈനൽ മത്സരം കഴിഞ്ഞ് ആൾക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾക്കും അഭിനന്ദനങ്ങൾക്കും ആലിംഗനങ്ങൾക്കും ശേഷം സോണിയ അടുത്തു വന്ന് അനുമോദിച്ചപ്പോൾ രാജീവൻ അത്യാശ്ചര്യത്തോടെ നിമിഷങ്ങളോളം നിശ്ചേഷ്ടനായി നിന്നുപോയി. അങ്ങനെയൊരു കൂടിക്കാഴ്ച അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എസ്റ്റേറ്റ് ഉടമ സ്റ്റീഫൻസൺ മുതലാളി അടുത്തെത്തി. മിസ്റ്റർ രാജീവൻ, എന്റെ മകളാണ് സോണിയ. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. എന്ന് മാത്രമല്ല ക്ലാസ്മേറ്റ്സുമായിരുന്നു. ഓഹോ, അത് ശരി, അത് നന്നായി. പക്ഷെ ബത്ത ശത്രുക്കളായിരുന്നെന്ന് മാത്രം. കീരിയും പാമ്പും പോലെ സോണിയ വിശദീകരിച്ചു. അപ്പോൾ സ്റ്റീഫൻസൺ ഉച്ചത്തിൽ ചിരിച്ചു. മുഴക്കമുള്ള ആ പൊട്ടിച്ചിരി ഇപ്പോഴും ഓർമ്മയുണ്ട്. മഴ തകർത്തടിച്ചു പെയ്യുന്നു. ആർത്തി വീശുന്ന കാറ്റിൽ മഴത്തുള്ളികൾ ശബ്ദഘോഷത്തോടെ ജനാലച്ചില്ലുകളിൽ ആഞ്ഞടിച്ചു ചിതറി. പുറത്തും മഴയുടെ സുതാര്യമായ തിരശീലകൾക്കപ്പുറം യൂക്കാലിപ്സ് മരങ്ങൾ തലയറഞ്ഞാടുന്നു. രാജീവൻ എഴുന്നേറ്റ് വാതിലിന്റെ മേൽപ്പാളി കൂടി അടച്ച ശേഷം ബെഡ്റൂമിലെ ചില്ല് ജനാലയ്ക്ക് പിന്നിൽ പോയിരുന്നു. നേരിയ ഒരു ഉൾഭയമുണ്ട്. തന്റെ സുഹൃത്തുക്കൾ തന്നെ ഒറ്റിക്കൊടുക്കുമോ? അല്ലെങ്കിൽ സുനന്ദ ആദ്യകാലത്ത് തന്നെ സ്നേഹിച്ചിരുന്നവളാണ്. താൻ സോണിയയിൽ അനുരക്തനാണെന്ന് കണ്ട് അവൾ പിന്മാറുകയായിരുന്നു. ആ ഒരു പകയും നിരാശയും ഉള്ളിലുണ്ടെങ്കിൽ പെൺപകയാണ്, ഭയപ്പെടണം.
സ്റ്റീഫൻസൺ മുതലാളിയോട് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ മതി രാജീവൻ എത്തിയിട്ടുണ്ട് എന്ന്. പിന്നീട് ജീവനോടെ താൻ ഈ എസ്റ്റേറ്റിൽ നിന്നും മടങ്ങിപ്പോക്കുണ്ടാവില്ല. ജീവൻ പണയം വെച്ചുള്ള കളിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ സോണിയെ സ്നേഹിച്ചത്? തുടക്കത്തിൽ അത് വെറും ഒരു തമാശയായിരുന്നു. അന്ന് വോളിബോൾ ടൂർണമെന്റിൽ വാലിസ് എസ്റ്റേറ്റ് ട്രോഫി നേടിയ ദിവസം സ്റ്റീഫൻസൺ തന്നെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയതിൽ നിന്നാണ് എല്ലാറ്റിന്റെയും തുടക്കം. അന്ന് രാത്രിയിൽ ബംഗ്ലാവിലെ വിഭവസമൃദ്ധമായ മദ്യവിരുന്നിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് സ്റ്റീഫൻസൺ മുതലാളി പറഞ്ഞു, രാജീവൻ, നീയാണ് ഞങ്ങൾക്ക് ആദ്യമായി ഈ ട്രോഫി നേടിത്തന്നത്. നിനക്ക് ഞാൻ ഈ എസ്റ്റേറ്റിൽ ജോലി തന്നാൽ സ്വീകരിക്കുമോ? അവിശ്വസനീയമായി തോന്നിയത്. ബിരുദ പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന കാലമാണ്. ഒരു എസ്റ്റേറ്റ് മുതലാളി ജോലി വെച്ച് നീട്ടിക്കൊണ്ട് സ്വീകരിക്കാമോ എന്ന് ചോദിക്കുന്നു. സൂപ്പർവൈസർ ഗ്രേഡാണ്, ഒന്നെങ്കിൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ. സ്റ്റീഫൻസൺ മുതലാളി പറഞ്ഞു, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരുമോ? ആലോചിച്ചു പറഞ്ഞാൽ മതി. സൂപ്പർവൈസർ എന്തുമാകട്ടെ, 2 കൈ നീട്ടി ഇപ്പോഴേ സ്വീകരിക്കാൻ മനസ്സ് തയ്യാർ. എന്നാലും അന്തസ് വിട്ട് കളയരുതല്ലോ. ഒരു നല്ല സൂപ്പർവൈസറെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ ഈ ഓഫർ വെച്ചത്. ഞങ്ങൾക്ക് ഇക്കൊല്ലം ട്രോഫി കിട്ടിയ സന്തോഷം വരും കൊല്ലങ്ങളിൽ രാജീവൻ അത് നേടിത്തരും എന്ന സ്വാർത്ഥതയും. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്ന സോണിയെ പ്രേരിപ്പിച്ചു. സമ്മതിച്ചോളൂ രാജീവൻ, പപ്പ ഇത്രയും വലിയ സൗമനസ്യമൊന്നും ഇതുവരെ ആരോടും കാണിച്ചിട്ടില്ല. താൻ വെറുതെ ചിരിച്ചതേയുള്ളൂ. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സോണിയയോട് അങ്ങേയറ്റത്തെ വെറുപ്പും ശത്രുതയുമായിരുന്നു. കോളേജ് ബ്യൂട്ടി എന്ന നിലയ്ക്കും എസ്റ്റേറ്റ് മുതലാളിയുടെ മകൾ എന്ന നിലയ്ക്കും കുറച്ചൊന്നുമല്ല അവൾ അഹങ്കരിച്ചിട്ടുള്ളത്. വിലയേറിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് സകലതിന്റെയും നേർക്ക് അവജ്ഞസ്മരിക്കുന്ന നോട്ടവും ചിരിയുമായി കോളേജ് ക്യാമ്പസിൽ ഞെളിഞ്ഞു നിന്ന് നടന്ന നിഷേധി പെണ്ണ്. അക്കാലത്ത് അവൾക്ക് ചുറ്റും കാമുകന്മാരുടെ ഒരു വലയം തന്നെ ഉണ്ടായിരുന്നു. സോണിയയോട് സംസാരിക്കുക, അവളുടെ ഒരു കടാക്ഷമോ പുഞ്ചിരിയോ ലഭിക്കുക, ഇതൊക്കെ ആൺകുട്ടികൾക്ക് ഹരമായിരുന്നു. ലോകം വെട്ടിപ്പിടിച്ച ഒരു ജേതാവിന്റെ നിർവൃതിയോടെ അവർ പരസ്പരം പറഞ്ഞിരുന്നു, ഇന്ന് സോണിയ എന്നെ പ്രത്യേക രീതിയിൽ ഒന്ന് നോക്കി, അല്ലെങ്കിൽ അവൾ എന്നെ നോക്കി ചിരിച്ചു. രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന സോണിയയ്ക്ക് കൊടുക്കാനായി പ്രണയലേഖനങ്ങൾ തയ്യാറാക്കുന്ന സഹപാഠികളെ കളിയാക്കിയിട്ടുള്ളതിന് കണക്കില്ല. ആരെയും നിരാശപ്പെടുത്താതെ സോണിയ ഈ കാമുകപ്പടയെ സഹജമായ അഹന്തയോടെ തന്റെ ചൂണ്ടുവിരലിൽ കറക്കിക്കൊണ്ട് നടക്കുന്നത് കണ്ട് അന്നൊക്കെ അമർഷം കൊണ്ടിട്ടുണ്ട്. സഹപാഠികളോട് ചോദിക്കും, ആരാണിവൾ? എന്താണിവളിൽ നിങ്ങൾ കാണുന്നത്? എന്തിലാണ് നിങ്ങൾ ഭ്രാന്തമായി ഭ്രമിച്ചിരിക്കുന്നത്? ആര് കേൾക്കാൻ? എന്നാൽ 3.5 കൊല്ലം മുമ്പ് താൻ സ്റ്റീഫൻസൺ ബംഗ്ലാവിൽ അതിഥിയായി ചെന്ന രാത്രിയിൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. രാത്രി ഭക്ഷണത്തിനിടയിൽ സോണിയ തന്നോട് വിനീതയായി സംസാരിക്കുന്നതും സൗഹൃദത്തോടും സൗമനസ്യത്തോടും കൂടി ഉപചരിക്കുന്നതും ചെയ്തു. അഹങ്കാരമോ അവജ്ഞയോ അവളെ തൊട്ടു തീണ്ടിയിരുന്നില്ല. ലളിതമായ വേഷധാരണം. അവൾ രാജീവന്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും കോളേജിലുണ്ടായിരുന്ന സ്നേഹിതരെക്കുറിച്ചും ചോദിച്ചു. പഴയകാല കഥകൾ പറഞ്ഞു ചിരിച്ചു. സൗന്ദര്യത്തിലും പെരുമാറ്റത്തിലും നന്നേ പക്വത വന്ന ഒരു തരുണിയായി കഴിഞ്ഞിരുന്നു അവൾ. ആ രാത്രിയിൽ തനിക്ക് അവളോട് തീരെയും വെറുപ്പ് തോന്നിയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു. അതായിരുന്നു തുടക്കം. രാജീവൻ ഇവിടെ ജോലിക്ക് വരികയാണെങ്കിൽ എന്റെ ശല്യം സ്ഥിരമായി പ്രതീക്ഷിക്കാം. കോളേജിൽ വെച്ച് എന്നോട് വലിയ ശത്രുതയായിരുന്നല്ലോ, ആ കടങ്ങളൊക്കെ വീട്ടണം, അവൾ അന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആലോചിച്ചു. കയ്യിൽ വന്ന ഭാഗ്യം നിഷേധിക്കേണ്ട എന്ന് എല്ലാവരും ഉപദേശിച്ചു. സകുടുംബമാണ് എസ്റ്റേറ്റിൽ എത്തിയത്. സൂപ്പർവൈസർമാർക്കുള്ള ഒരു ക്വാർട്ടേഴ്സ് താമസത്തിന് കിട്ടുകയും ചെയ്തു. സ്റ്റീഫൻസൺ മുതലാളി തന്നെ ഒരു ജോലിക്കാരനായല്ല, സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നതെന്ന് രാജീവൻ ഓർത്തു. ഒഴിവു ദിവസങ്ങളിൽ അയാൾ തന്നെയും കൂട്ടി വനത്തിൽ വേട്ടയ്ക്ക് പോകുമായിരുന്നു. വേട്ട ഇറച്ചിയുടെ ഒരു പങ്ക് ക്വാർട്ടേഴ്സിലേക്ക് പതിവായി കൊടുത്തയച്ചിരുന്നു. ഇടയ്ക്കിടെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി പൊരിച്ച വേട്ട ഇറച്ചിയുടെയും സുഗന്ധമൂറുന്ന വിദേശ മദ്യത്തിന്റെയും മുമ്പിലിരുത്തി പഴയ നായാട്ട് കഥകൾ വിസ്തരിച്ച് പറയുമായിരുന്നു. സാധാരണ എല്ലാ കാമുകിമാരും ചെയ്യാറുള്ളതുപോലെ തന്റെ സഹോദരിമാരുമായി സൗഹൃദം പാലിക്കുകയാണ് സോണിയ ആദ്യം ചെയ്തത്. തന്റെ സഹോദരിമാരെ ചെസ് കളിക്കാനും ഷട്ടിൽ കളിക്കാനും പഠിപ്പിച്ചുകൊണ്ടാണ് തുടക്കം. ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് ഷട്ടിൽ കോർട്ട് ചെത്തിയൊരുക്കാൻ തന്നോടും സഹോദരിമാരോടുമൊപ്പം സോണിയയും വിയർത്തു പണിയെടുത്തു. ലൈനുകൾ കൂടി വരച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. നെറ്റിയിലും നാസികത്തുമ്പിലും കവിളിലും വിയർപ്പുമണികൾ അണിഞ്ഞ് അസ്തമയ ആകാശത്ത് കണ്ണും നട്ട് കിതപ്പോടെ തളർന്നു നിൽക്കുന്ന സോണിയെ കണ്ടപ്പോൾ അവളെ അണച്ചുപിടിച്ച് അമർത്തി ചുംബിക്കാൻ ആവേശം കൊണ്ടത് രാജീവൻ ഓർത്തു. അത്രത്തോളം തുടുത്തു ചുവന്ന സുന്ദരിയായി മുമ്പൊരിക്കലും അവളെ കണ്ടിട്ടില്ല. ഒന്നും തുറന്നു പറയാതെ, ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ തങ്ങൾ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും തുടങ്ങിയിരുന്നു.
ഒരൊഴിവു ദിവസം തന്നോടും സഹോദരിമാരോടുമൊപ്പം സോണിയയും താഴ്വാരത്തിലുള്ള പുഴക്കരയിലേക്ക് നടക്കാൻ വരികയുണ്ടായി. പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന പാറയിൽ കയറി നിന്ന് നിശ്ചല ജലപ്പരപ്പിൽ പ്രതിബിംബിച്ച ആകാശത്തേക്ക് നോക്കുകയായിരുന്നു താൻ. ജലത്തിൽ തനിക്ക് പിന്നിലായി സോണിയയുടെ പ്രതിച്ഛായ തെളിഞ്ഞു കണ്ടപ്പോഴാണ് അവൾ പിന്നിൽ വന്ന് നിൽപ്പുണ്ടെന്നറിഞ്ഞത്. ഒന്നും പറയാതെ തിരിഞ്ഞു നോക്കാതെ അവളുടെ പ്രതിച്ഛായയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. മറുപടിയായി അവളും പുഞ്ചിരി തൂകി. സോണിയ മുമ്പിലേക്ക് നീങ്ങി തന്നോടൊപ്പം തൊട്ടുരുമ്മി നിലയുറപ്പിച്ചു. അങ്ങനെ നിൽക്കെ അവളുടെ ശ്വാസഗതിയും ഹൃദയമിടിപ്പും തനിക്ക് കേൾക്കാമായിരുന്നു. പതുക്കെ അവളുടെ വിരലുകളിൽ തൊട്ടു. അവൾ കൈ പിൻവലിച്ചില്ല. ആ വിരലുകൾ ചിറകൊതുക്കിയ പ്രാവിൻ കുഞ്ഞിനെ പോലെ തന്റെ കൈപ്പത്തിക്കുള്ളിൽ അമർന്നു. അവൾ രോമാഞ്ചമണിഞ്ഞതും ഊടൽ വിറകൊണ്ടതും താൻ തിരിച്ചറിഞ്ഞു. ഞൊടിയിട നേരത്തെ ഒരാവേശം. ആ പൂടൽ തന്റെ കൈപ്പൂട്ടിനുള്ളിൽ ഞെരിഞ്ഞു. എന്തോ തടഞ്ഞു പറയാനാഞ്ഞ ചുണ്ടുകളെ ഒരൊറ്റ ഉമ്മ കൊണ്ട് അമർത്തി. നിശബ്ദമായ പ്രഖ്യാപനമായിരുന്നു അത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും മരണത്തോളം ഇണയായും തുണയായും ഇരുന്നു കൊള്ളാമെന്നും. അങ്ങനെ പലതും അതിലുണ്ടായിരുന്നു. കുറെ അകലെ തന്റെ സഹോദരിമാരുടെ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിയകന്നു. പിന്നീട് പല ദിവസങ്ങളിൽ താനും സോണിയയും ഇതേപ്പറ്റി തർക്കിച്ചിട്ടുണ്ട്. സോണിയ പറയും, അവർ തീർച്ചയായും കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നത്. ഇല്ല, താനത് നിഷേധിക്കും. തർക്കം ഒരു തീരുമാനത്തിലും എത്തിയില്ല. താനും സോണിയയും പ്രണയബദ്ധരാണെന്നൊരു കിംവദന്തി എസ്റ്റേറ്റിൽ വ്യാപിക്കുന്നതുവരെ തങ്ങളുടെ സ്നേഹബന്ധവും കൂടിക്കാഴ്ചകളും നിർവിഘ്നം തുടർന്നു. സോണിയ ഇനി രാജീവിന്റെ ക്വാർട്ടേഴ്സിൽ പോയി കൂടുന്ന സ്റ്റീഫൻസൺ മുതലാളി വിലക്കുന്നതുവരെ. സ്റ്റീഫൻസൺ താനുമായുള്ള ചങ്ങാത്തം നിർത്തലാക്കി. വനത്തിൽ വേട്ടയ്ക്ക് പോകുന്നതും ബംഗ്ലാവിലെ മദ്യവിരുന്നുകളും നിലച്ചു. സ്റ്റീഫൻസൺ എസ്റ്റേറ്റിലില്ലാത്ത ദിവസങ്ങളിൽ സോണിയ രഹസ്യമായി രാജീവിനെ കാണാനെത്തി. രജിസ്റ്റർ വിവാഹം നടത്തുകയെന്നൊരു ഗൂഢപദ്ധതി രൂപം കൊണ്ടത് അങ്ങനെയായിരുന്നു. സ്റ്റീഫൻസൺ ബോംബെക്ക് പോയിരുന്ന ഒരവസരത്തിൽ അതീവ രഹസ്യമായി തന്നെ ദൂരെയുള്ള നഗരത്തിൽ വെച്ച് തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു. നാട്ടിലുള്ള സുഹൃത്തുക്കളായിരുന്നു ധൈര്യം പകർന്നതും സഹായ സഹകരണങ്ങൾ നൽകിയതും. വാലിസ് എസ്റ്റേറ്റിൽ രവീന്ദ്രനും ജോർജും മാത്രമേ വിവരം അറിഞ്ഞുള്ളൂ. രാജീവിനോടൊപ്പം ഫാക്ടറിയിൽ സൂപ്പർവൈസർമാരായി ജോലി ചെയ്യുകയായിരുന്നു രണ്ടുപേരും. വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷവും സോണിയ ഒന്നും സംഭവിക്കാത്തപോലെ ബംഗ്ലാവിൽ തന്നെ താമസിച്ചു. തനിക്ക് മറ്റൊരു ജോലി കിട്ടുന്നതുവരെ എസ്റ്റേറ്റിൽ തുടരുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ ഒരു ജോലിക്കായി താൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. താനും സോണിയയും തമ്മിലുള്ള രഹസ്യ സമാഗമങ്ങളെക്കുറിച്ച് ആരാണ് സ്റ്റീഫൻസൺ മുതലാളിക്ക് വിവരം കൊടുത്തതെന്ന് ഇന്നും അറിയില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു ആദ്യത്തെ ഉടമ്പടി. ഒരാഴ്ചയ്ക്കകം ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അന്ത്യശാസനവും. താനും കുടുംബവും പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി. സോണിയ മുറയ്ക്ക് കത്തുകൾ അയക്കുമായിരുന്നു. നാട്ടിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം താൻ ഒരിക്കൽ കൂടി എസ്റ്റേറ്റിൽ വന്ന് സോണിയെ കണ്ടു. താൻ മടങ്ങിപ്പോയ ശേഷമാണ് സ്റ്റീഫൻസൺ വിവരമറിഞ്ഞത്. അന്നു മുതൽ സ്റ്റീഫൻസൺ മുതലാളി ഇരട്ടക്കുഴൽ റൈഫിളും നിറച്ചുവെച്ച് തന്റെ അടുത്ത വരവിനായി കാത്തിരിക്കുകയാണെന്നറിയാം. ഇതിനിടയിൽ മോറിസൺ എസ്റ്റേറ്റിലെ സ്റ്റാൻലിയുമായി തന്റെ വിവാഹം തീരുമാനിച്ചുവെന്ന് സോണിയയുടെ കത്തിലുണ്ടായിരുന്നു. അത് നടന്നുകൂടാ. സോണിയ തന്റെ ഭാര്യയാണ്. അവളെ കണ്ടിട്ട് വേണം പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാൻ. ഇനി അവൾ എസ്റ്റേറ്റിൽ തുടരുന്നത് അപകടമാണ്. രാജീവൻ വാച്ചിൽ നോക്കി. 4 മണി. 3 മണിക്ക് വരണമെന്നാണ് സോണിയയ്ക്ക് കൊടുത്തയച്ച കത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. രവീന്ദ്രൻ അതവളെ ഏൽപ്പിച്ചുവോ? ആ കത്ത് പിടിക്കപ്പെട്ടുവോ? 3 മുതൽ 4 വരെ സ്റ്റീഫൻസൺ ഉച്ചതിരിഞ്ഞുള്ള മയക്കത്തിലായിരിക്കും. അതാണ് പതിവ്. സോണിയ വരാത്തതെന്ത്? മഴ ഇനിയും നിലച്ചിട്ടില്ല. കാറ്റിന്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു. ആകാശത്ത് മിന്നൽ പിണരുകൾ. നല്ല തണുപ്പ്. രാജീവൻ രവീന്ദ്രന്റെ സെറ്റർ എടുത്തണിഞ്ഞു. മഴവെള്ളം പടർന്നൊലിക്കുന്ന ചില്ലുജനാല അയാൾ തുറന്നിട്ടു. അകലെ മങ്ങിക്കാണാവുന്ന തോട്ടത്തിലേക്കും കുന്നിൻ മുകളിൽ പ്രേതാലയം പോലെ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവിലേക്കും നോക്കി അയാൾ അങ്ങനെയിരുന്നു. വെള്ളയടിച്ച ഓഫീസ് കെട്ടിടങ്ങളുടെ മുമ്പിൽ പശുക്കൾ മേയുന്ന മൈതാനത്തു നിന്നും ഇങ്ങോട്ട് തിരിയുന്ന ചരൽ റോഡ് അവ്യക്തമായി കാണാം. അല്പം കഴിഞ്ഞപ്പോൾ മഴക്കോട്ടണിഞ്ഞ് കുട ചൂടിയ ഒരാൾ രൂപം മൈതാനത്തു നിന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നത് കാണായി. ചലനം കൊണ്ട് തന്നെ അയാൾ ആളെ തിരിച്ചറിഞ്ഞു. സോണിയ. മഴ പെയ്യുന്നതിനാൽ റോഡും മൈതാനവും വിജനമായിരുന്നു. രാജീവൻ വീർപ്പടക്കി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവളുടെ വരവും നോക്കിയിരുന്നു. കമ്പിവേലികൾക്കിടയിലുള്ള ഇടവഴിയിലൂടെ നടന്നുവന്ന് സോണിയ ക്വാർട്ടേഴ്സിന്റെ മുറ്റത്തേക്ക് കയറുന്നതുവരെ രാജീവൻ ജനാലകൾ തന്നെ നിന്നു. പിന്നെ വേഗം മുൻവാതിലിനടുത്തെത്തി. സോണിയ വരാന്തിയിൽ കുട വയ്ക്കുകയും മഴക്കോട്ടഴിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതിയോടെ രാജീവൻ വാതിലിന് പിന്നിൽ കാത്തുനിന്നു. സോണിയ വന്ന് വാതിലിൽ മുട്ടുന്നതും കാത്ത്. ആദ്യത്തെ മുട്ടു കേട്ടതും അയാൾ വാതിൽ ക്ഷണം തുറന്ന് അവളുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് വലിച്ചു.
വാതിലടിച്ച് തഴുതിട്ടതും സോണിയെ വാരിപ്പിണർന്ന് ഞെരിച്ചതും ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു. എന്തെങ്കിലുമൊന്ന് പറയാൻ അവളുടെ ചുണ്ടുകളെ ഏതാനും നിമിഷത്തേക്ക് അയാൾ അനുവദിച്ചില്ല. മഴച്ചാറ്റിലേറ്റ് സോണിയുടെ വസ്ത്രാഞ്ചലവും കാലടികളും നനഞ്ഞിരുന്നു. ആ നനവ് കോരിത്തെരിപ്പ് പോലെ അവളുടെ ദേഹത്തേക്കും പടർന്നു. ആലിംഗനത്തിൽ നിന്നും വിട്ടകന്നപ്പോൾ അവളുടെ കണ്ണുകൾ തുളുമ്പുന്നത് രാജീവൻ കണ്ടു. അത് അഗാധമായ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണുനീരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. എന്റെ കൊച്ചേ, ഞാൻ എത്രയോ നേരമായി നിന്നെയും കാത്ത്. അയാൾ വികാരാധീനനായി. സോണിയയ്ക്ക് മിണ്ടാനേ കഴിഞ്ഞില്ല. അത്രയ്ക്കും പ്രണയപരവശയായി തീർന്നിരുന്നു അവൾ. രാജീവൻ അവളെ രവീന്ദ്രന്റെ കടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജീവൻ ഇന്നലെ എപ്പോഴെത്തി? രാത്രിയിൽ. രാജീവൻ ബെഡിലിരുന്നു. സോണിയെ അടുത്തു പിടിച്ചിരുത്തി. ആരെങ്കിലും കണ്ടോ? ഇല്ല. ഞാൻ പേടിച്ചാണ് ഇറങ്ങി വന്നത്. പപ്പ ഇതുവരെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ. ഡൊമിനിക് ചേട്ടനും വന്നിട്ടുണ്ട്. എന്താ വിശേഷം? അവകാശം ചോദിക്കാൻ. ലോൺറാഗ് എസ്റ്റേറ്റ് തീറെഴുതി കൊടുക്കണം. പപ്പ ഒരു ചില്ലി കൊടുക്കില്ല. എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റൂ. ചേട്ടന്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണ്. എന്തുമാത്രമാ നശിപ്പിച്ചത്. സോണിയയ്ക്കും അയാളോട് വെറുപ്പാണോ? വെറുക്കാൻ കഴിയില്ല. വേറൊരു ബ്രദർ എനിക്കില്ലല്ലോ. സോണിയ ഇങ്ങോട്ടാണ് പോന്നതെന്ന് ആർക്കും സംശയമില്ലല്ലോ. ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വളരെ സൂക്ഷിച്ചാ പോന്നത്. വീട്ടിൽ എന്തുണ്ട് വിശേഷം? അമ്മയ്ക്കും സഹോദരിമാർക്കും സുഖം. രാജീവിന്റെ പുതിയ ജോലിയൊക്കെ? ഞാൻ കുറെ നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. എന്തിന്? സുനന്ദ പറഞ്ഞില്ലേ? ഞാൻ അവൾക്ക് അയച്ച കത്തിൽ എഴുതിയിരുന്നല്ലോ. അതിൽ ചില സൂചനകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സംഗതി ഇത്രയുമേ ഉള്ളൂ. എനിക്കിനി തനിച്ചു വയ്യ. സോണിയെ കൂടി വിളിക്കാമെന്ന് കരുതി. ഞാൻ എപ്പോഴേ അത് കാത്തിരിക്കുകയാണെന്ന മട്ടിൽ അവൾ നോക്കി. രാജീവിന് അറിയില്ല ഇവിടുത്തെ കുഴപ്പങ്ങൾ. മോറിസൺ എസ്റ്റേറ്റിലെ സ്റ്റാൻലിയുമായി എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പപ്പ. സ്റ്റാൻലിയെ കണ്ട് ഞാൻ നമ്മുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞു പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അയാൾ വിടുന്നില്ല. കലശലായ പ്രേമം. സോണിയയ്ക്ക് ഒരു കൈ നോക്കാവുന്നതേയുള്ളൂ. സ്റ്റാൻലി മിടുക്കൻ, എസ്റ്റേറ്റ് ഉടമ, എന്തുകൊണ്ടും എന്നേക്കാൾ ഭേദം. സോണിയ അയാളെ തറപ്പിച്ചു നോക്കിയിട്ട് പരിഭവത്തോടെ മുഖം തിരിച്ചിരുന്നു. അയാൾ അവളുടെ മുഖം പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. പിണങ്ങല്ലേ മോളെ, വളരെ കുറച്ച് നിമിഷങ്ങളേയുള്ളൂ നമുക്ക്. അതിന് വലിയ വിലയുണ്ട്. അയാൾ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകിയതോടെ ആ പരിഭവം അലിഞ്ഞുപോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. പറയാം. എന്റെ പദ്ധതി ഇതാണ്. നീ നിനക്ക് സൗകര്യപ്പെടുന്ന ഒരു രാത്രിയിൽ ബംഗ്ലാവിൽ നിന്നിറങ്ങി ചുരത്തിനിപ്പുറമുള്ള ടോൾ ഗേറ്റിൽ ആരും കാണാതെ എത്തുന്നു. ഞാൻ ഒരു ജീപ്പുമായി എന്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ കാത്തു നിൽക്കുന്നു. നീ എത്തിയാലുടൻ നിന്നെയും കയറ്റി നാട്ടിലേക്ക് യാത്രയാകുന്നു. പിന്നെ 2 ആഴ്ചക്കാലത്തെ അജ്ഞാതവാസം. അതിനകം സംഗതികൾ കലങ്ങി തെളിഞ്ഞിരിക്കും. പപ്പ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിന്റെ സഹായത്തോടെ നമ്മളെ വേട്ടയാടുമെന്ന് ഉറപ്പ്. പത്രങ്ങളിലൊക്കെ ഫോട്ടോ സഹിതം വാർത്ത വരുമ്പോൾ ഒളിവുജീവിതം എങ്ങനെ നടക്കും? പോലീസ് കേസ് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാകാം. നിയമാനുസൃതമായി നമ്മൾ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ടല്ലോ. 2 ചോദ്യങ്ങളെ കോടതി ചോദിക്കൂ. നിന്നെ രാജീവൻ ബലമായി പിടിച്ചുകൊണ്ടു പോന്നതാണോ എന്ന ആദ്യത്തെ ചോദ്യം. അല്ല എന്നു മറുപടി. രാജീവിന്റെ കൂടെ പോകാനാണോ പപ്പയുടെ കൂടെ പോകാനാണോ താല്പര്യമെന്ന് കോടതിയുടെ 2ാമത്തെ ചോദ്യം. രാജീവിന്റെ കൂടെ എന്ന് മറുപടി. അതോടെ കഴിഞ്ഞു. കോടതി നമ്മളെ നമ്മുടെ പാട്ടിന് വിടുന്നു. പറഞ്ഞപ്പോൾ തീർന്നു. എന്റെ നെഞ്ചിൽ തീയാണ്, കാട്ടുതീ. കൂടുതൽ ആലോചിക്കാതിരിക്കുകയാണ് സോണി നന്ന്. ഭവിഷ്യത്തുക്കളെക്കുറിച്ച് ചിന്തിച്ച് തല വയ്ക്കാൻ പോയാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സോണിയ മൗനം ഭജിച്ചു. അത് രാജീവിനെ ശങ്കാകുലനാക്കി. സോണി, ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം. എന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ നിർബന്ധിച്ച് വലിച്ചിഴച്ചു എന്നൊരു തോന്നൽ എന്നെങ്കിലും നിനക്കുണ്ടാകുമെങ്കിൽ ഇന്നിവിടെ വെച്ച് നമുക്ക് പിരിയാം. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയം പോരാ. ജീവൻ പണയം വെച്ചാണ് നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് ആലോചിക്കാനും വേണമെങ്കിൽ പിന്മാറാനും ഇനിയുമുണ്ട് സമയം. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. പിന്മാറുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല. സോണിയയുടെ സ്വരത്തിൽ ഗദ്ഗതം കലർന്നു. ഞാൻ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്വർഗതുല്യമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാനില്ലാത്തത് കൊണ്ടാ. രാജീവൻ പറഞ്ഞോളൂ, എന്നാണ് ഞാൻ ഇറങ്ങി വരേണ്ടത്? അയാൾ ആത്മഹർഷത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നാളെ അറിയിക്കും. അതിനു മുമ്പ് രവീന്ദ്രനോടും ജോർജിനോടും കൂടി ആലോചിക്കണം. ഒളിച്ചോട്ടത്തിന്റെ കാര്യം സുനന്ദയെ അറിയിക്കണ്ട. അതെന്താ? അവളും സ്റ്റാൻലിയുമായി മുമ്പ് എന്തൊക്കെയോ ഉണ്ടായിരുന്നുവെന്ന് കേട്ടു. അത് സത്യമാവണമെന്നില്ലല്ലോ. എന്തോ എനിക്ക് വിശ്വാസം പോരാ. മോറിസൺ എസ്റ്റേറ്റിലാണ് അവളുടെ വീടെന്നറിയാമല്ലോ. അവളുടെ കുടുംബക്കാർക്ക് അവിടെയാണ് ജോലിയും. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നേഴ്സാണെന്ന് വെച്ച് അവൾക്ക് വാലീസ് എസ്റ്റേറ്റിനോട് കൂറുണ്ടായിക്കൊള്ളണമെന്നില്ല. നോക്കൂ സോണി,
സുനന്ദ മുഖേനയാണ് നീയുമായുള്ള സകല കത്തിടപാടുകളും ഞാൻ നടത്തിയത്. അവൾക്ക് ചതിക്കാനായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ അതാകാമായിരുന്നു. ചതിക്കുന്നില്ല എന്ന് ആരറിഞ്ഞു? ചിലപ്പോ സ്റ്റാൻലിയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നും അയാൾ എല്ലാം അറിഞ്ഞുകൊണ്ട് പറയുകയാണെന്ന്. സ്റ്റാൻലി കൂടെ കൂടെ വരാറുണ്ടോ നിന്നെ കാണാൻ? പപ്പയെ മണിയടിക്കാൻ വരുന്നതാ. നാളെ എപ്പോഴാ ഞാൻ ഇവിടെ വരേണ്ടത്? ഇതേ സമയത്ത്. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ? അല്പം കൂടി കഴിയട്ടെ. ആരെങ്കിലും അന്വേഷിച്ചാൽ കുഴപ്പമാകും. ഞാൻ പൊയ്ക്കോളാം. സോണിയ വാതിൽ തുറന്നിറങ്ങി മഴക്കോട്ടെടുത്തണിഞ്ഞു. കുടയും ചൂടി കമ്പിവേലികൾക്കിടയിലുള്ള ഇടവഴിയിലൂടെ നടന്നു. വെള്ളയടിച്ച ഓഫീസ് കെട്ടിടങ്ങൾക്ക് മുന്നിലുള്ള മൈതാനത്തിലൂടെ അവൾ നടന്നകലുന്നത് രാജീവൻ നോക്കി നിന്നു. 5:30 മണിക്ക് ജോർജും രവീന്ദ്രനും ജോലി കഴിഞ്ഞെത്തി. അല്പം കഴിഞ്ഞപ്പോൾ സുനന്ദയും വന്നു. വാലിസ് എസ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് സുനന്ദ. സ്റ്റാൻലിയുടെ എസ്റ്റേറ്റിലാണ് അവളുടെ വീട്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവൾ വീട്ടിൽ പോകും. തിങ്കളാഴ്ച ഡ്യൂട്ടിക്കെത്തും. തിങ്കൾ മുതൽ ശനി വരെ ഹോസ്പിറ്റലിനടുത്തുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കും. രാജീവൻ വാലിസ് എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് രാജീവന്റെ സഹോദരിമാരുമായി ഉറ്റ ചങ്ങാത്തത്തിലായിരുന്നു സുനന്ദ. രാജീവിനോടും അവൾക്കൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു. രാജീവിനോടുള്ള രഹസ്യപ്രേമം അവൾ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. രാജീവൻ അത് നിരസിക്കുകയും സോണിയുമായി അയാൾ പ്രണയത്തിലാണെന്ന് അറിയുകയും ചെയ്തതോടെ സുനന്ദ പിന്മാറുകയായിരുന്നു. എങ്കിലും സൗഹൃദം അവൾ തുടർന്നു പോന്നു. എന്നു മാത്രമല്ല, രാജീവിനും സോണിയുമായുള്ള പ്രണയത്തിനിടയിൽ ഒരു ഹംസമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദൂതു പോവുകയും ചെയ്തിരുന്നു. അവരുടെ സ്നേഹത്തിന് വിലക്കുകളുണ്ടാവുകയും രാജീവൻ എസ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ശേഷം രാജീവിനും സോണിയും കത്തുകൾ കൈമാറിയിരുന്നത് സുനന്ദ മുഖേനയായിരുന്നു. സുനന്ദ കയറി വന്ന ഉടനെ ചോദിച്ചു, സോണിയ വന്നിട്ട് പോയോ? പോയി, രാജീവൻ പറഞ്ഞു. എന്തു തീരുമാനിച്ചു? അവൾ എന്ന് വേണമെങ്കിലും കൂടെ പോരാൻ തയ്യാർ. ദിവസം നിശ്ചയിച്ചോ? നിശ്ചയിക്കണം. 4 പേരും മുറിയിൽ വട്ടം കൂടിയിരുന്ന് ആലോചിച്ചു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. 17-ാം തീയതി രാത്രി 12 മണിക്ക് ടോൾ ഗേറ്റിനപ്പുറത്ത് രാജീവൻ ജീപ്പുമായി കാത്തു നിൽക്കും. സോണിയ അപ്പോൾ അവിടെ എത്തിയിരിക്കണം. 17-ാം തീയതിക്ക് ഇനി 3 ദിവസമേ ഉള്ളൂ. സോണിയെ നിങ്ങൾ ആരെങ്കിലും ടോൾ ഗേറ്റ് വരെ കൊണ്ടുവിടണം, രാജീവൻ പറഞ്ഞു. ആരും മിണ്ടുന്നില്ല. സുനന്ദയ്ക്ക് പറ്റുമോ? രാത്രി 11:30 സോണിയയോട് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പൗണ്ടിന് സമീപം വരാൻ പറയാം. സുനന്ദ അവിടെ കാത്തു നിന്നാൽ മതി. 17-ാം തീയതി ഞായറാഴ്ചയല്ലേ? എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. സുനന്ദ കൈയൊഴിഞ്ഞു. ജോർജിന് പറ്റുമോ? അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഫാക്ടറിയിൽ. രവീന്ദ്രനോട് ചോദിക്കും മുമ്പേ അയാൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. കേട്ടോ രാജീവൻ, സോണിയയ്ക്ക് കൂട്ടുപോകാൻ ആർക്കുമില്ല ധൈര്യം. കാരണം പോണ വഴിക്ക് ആരെങ്കിലും കണ്ടാൽ ജോലി പോകും. പോലീസ് കേസൊക്കെ വന്നാൽ ജയിലിൽ കിടക്കേണ്ടിയും വരും. ഇതൊക്കെ എന്തെങ്കിലും വെളിയിൽ വരാതിരിക്കില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അതാണ് സംഗതി. എല്ലാവരും വയറ്റിപ്പിഴപ്പിന് വന്നിരിക്കുന്നവരല്ലേ. രാജീവിന് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൾക്ക് തനിച്ചു പോരാൻ അധൈര്യമുണ്ടായിട്ടല്ല, എനിക്കൊരു മനസമാധാനത്തിന്. 1 കിലോമീറ്റർ ദൂരം പാതിരാത്രിക്ക് അവൾ തനിച്ച്. രാജീവൻ അസ്വസ്ഥനായി. വാസ്തവത്തിൽ പേടിക്കാൻ എന്തുണ്ട്? 15 മിനിറ്റ് നടന്നാൽ ടോൾ ഗേറ്റിലെത്തും. എസ് വളവ് വരെ ബംഗ്ലാവിലെയും ഫാക്ടറിയിലെയും വെളിച്ചം കാണാം. പിന്നെന്താ? രവീന്ദ്രൻ പറഞ്ഞു. രാജീവിന് തൃപ്തിയായില്ല. 1 കിലോമീറ്റർ ദൂരം, അർദ്ധരാത്രി, ഒരു യുവതി തനിയെ, തലച്ചോറിൽ ഒരു അപായമണി മുഴങ്ങുന്നത് പോലെ. പിറ്റേന്ന് സോണിയ ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ രാജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രവീന്ദ്രനും ജോർജും ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. രാജീവൻ സോണിയെ വിളിച്ച് അടുത്തിരുത്തി പദ്ധതി വിശദീകരിച്ചു കൊടുത്തു. സോണിക്ക് രാത്രിയിൽ തനിച്ചിറങ്ങി വരാൻ ഭയമുണ്ടോ? സോണിയ അല്പനേരം മൗനമായിരുന്നു. പിന്നെ ചോദിച്ചു, ടോൾ ഗേറ്റിനപ്പുറത്ത് ജീപ്പ് നിർത്തിയിട്ട് രാജീവിന് പൗണ്ടിനടുത്ത് വന്ന് നിന്നുകൂടെ? ഞാൻ അവിടെ കാത്തു നിന്നാൽ മതിയല്ലോ. ഞാനും അത് ആലോചിച്ചതാണ്. ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകളെ തട്ടിക്കൊണ്ടുപോകാനാണെന്നറിഞ്ഞാൽ ഒരൊറ്റ ടാക്സിക്കാരന് വണ്ടിയുമായി വരില്ലെന്നറിയാലോ. വണ്ടിയും ആളും അകത്തു പോകുന്ന ഇടപാടാ. പിന്നെ രാജീവിനെങ്ങനെ വണ്ടി കിട്ടും? പറഞ്ഞു തീരട്ടെ. ഞങ്ങളുടെ നാട്ടിലെ കോഓപ്പറേറ്റീവ് വക ജീപ്പിലാണ് ഞങ്ങൾ വരുന്നത്. ഡ്രൈവർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ആരും അറിയാതെ ജീപ്പുമായി വരാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഡീസൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അല്പം വെള്ളമടിയും ഏർപ്പാടാക്കണം. പുലിവാൽ അവിടെ ഒന്നുമല്ല. 7 മണി കഴിഞ്ഞ് വണ്ടി ആരും അറിയാതെ കൊണ്ടുപോരാനൊക്കൂ. എത്ര സ്പീഡിൽ പോന്നാലും ചുരം കയറി കഴിയുമ്പോഴേക്കും രാത്രി മണി 11:30 ടോൾ ഗേറ്റിൽ എത്തുമ്പോൾ 12. ജീപ്പ് അധിക നേരം എങ്ങും ഇടാൻ പറ്റില്ല. എസ്റ്റേറ്റ് റോഡുകളാണ്. രാത്രി പെട്രോളിങ്ങും വാച്ചർമാരുടെ റോന്ത് ചുറ്റിലും ഉണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടായാൽ അവർ ഗേറ്റ് അടച്ചിടും.
തൊട്ടിപ്പുറത്തെ മോറിസൺ എസ്റ്റേറ്റിലും സ്ഥിതി ഇത് തന്നെ. അതുകൊണ്ട് ജീപ്പ് അധിക നേരം നിർത്താതെ അപ്പോൾ തന്നെ മടങ്ങണം. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയും അരമണിക്കൂർ നഷ്ടപ്പെടും. ജീപ്പിന്റെ നമ്പറും മറ്റും ആരും ശ്രദ്ധിക്കാനിടയാകരുത്. ഇതിനെല്ലാം പുറമെ ചുരത്തിനടുത്തുള്ള മണ്ണാൻ എസ്റ്റേറ്റിലെ ടോൾ ഗേറ്റ് രാത്രി 1 മണിക്ക് അടച്ചുപൂട്ടും. പിന്നെ കടന്നു പോകാൻ പറ്റില്ല. രാവിലെ 6 മണിക്കേ തുറക്കൂ. അതല്ലെങ്കിൽ പ്രത്യേക പാസും ലൈസൻസും RC ബുക്കും കാണിക്കണം. വണ്ടി ചെക്കിങ്ങിൽ ഇടുകയും ചെയ്യും. വെളുപ്പിന് 5 മണിക്ക് ബാങ്കിന്റെ വണ്ടി ഗ്യാരേജിൽ എത്തിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാകും. സോണിയയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യം 12-ന് തന്നെ ടോൾ ഗേറ്റിൽ വരണമെന്ന്. എനിക്ക് തനിച്ചു വരാൻ പേടിയൊന്നുമില്ല. ഞാൻ അറിയാത്ത വഴിയെന്നല്ലോ സ്ഥിരം സഞ്ചരിക്കുന്ന റോഡ്, സോണിയ പറഞ്ഞു. പേടിയില്ലെന്ന് വീമ്പ് പറയുകയാണോ? രാജീവിന്റെ അടുത്തേക്കല്ലേ ഞാൻ വരുന്നത്. പിന്നെ എന്തിനു പേടിക്കണം? അല്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല, നിലാവുണ്ടാകും. രാജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി 2 നിമിഷം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ വളവ് വരെ ഞാൻ വരാം. സോണിയയ്ക്ക് തനിയെ അവിടം വരെ വന്നുകൂടെ? ബംഗ്ലാവിൽ നിന്നിറങ്ങി 5 മിനിറ്റ് നടന്നാൽ മതിയല്ലോ. വളവിൽ വരുമെങ്കിൽ അത് ധാരാളം മതി. ശരി, അങ്ങനെ തന്നെ. പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നടത്താൻ. പുറപ്പെടുന്ന അന്ന് പകലോ രാത്രിയോ യാതൊരു പരിഭ്രമവും പുറമെ പ്രകടിപ്പിക്കരുത്. രാത്രിയിൽ പുറത്തിറങ്ങുന്നതും നടന്നു പോരുന്നതും ആരും കാണാനിടയാകരുത്. അഥവാ ആരെയെങ്കിലും കണ്ടാൽ ഞാൻ മുടിയെല്ലാം അഴിച്ചിട്ട് മുഖം വക്രിച്ച് നാക്കും പുറത്തു ചാടിച്ച് കണ്ണുരുട്ടി കയ്യും നീട്ടി അമർത്തിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലും. യക്ഷിയാണെന്ന് കരുതി അയാൾ പേടിച്ചോടിക്കൊള്ളും. സോണിയ ചിരിയോടെ പറഞ്ഞു. രാജീവനും ചിരിച്ചു. അവളുടെ തന്റെ ഇടത്തിൽ അയാൾക്ക് മതിപ്പ് തോന്നി. ഈ ലാഘവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കേ, അപ്പോൾ മറ്റന്നാൾ രാത്രി 12 മണി. രാജീവൻ ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് മടങ്ങും. പിരിയും മുമ്പ് അവർ ഗാഢാശ്ലേഷത്തിൽ അമർന്നു. നമ്മൾ ഒന്നിച്ചൊരു ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. അത് ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. അതിനുവേണ്ടി മാനസികമായി നീ തയ്യാറെടുക്കണം. ഞാൻ എന്നേ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്ത് സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. അതുമതി. അയാൾ അവളുടെ അധരത്തിൽ അമർത്തി ചുംബിച്ചു. അവൾ പിന്തിരിഞ്ഞു. കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സോണിയ മൈതാനത്തുകൂടി നടന്നുപോയി. അന്ന് രാത്രിയിൽ തന്നെ അയാൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വൈകുന്നേരം സ്റ്റാൻലി ബൈക്കിൽ ബംഗ്ലാവിലെത്തിയപ്പോൾ സോണിയ സിറ്റൗട്ടിലിരുന്ന് വായിക്കുകയായിരുന്നു. പോർച്ചിൽ ബൈക്ക് വെച്ച ശേഷം ഹെൽമെറ്റ് അഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ സോണിയയുടെ അടുത്തേക്ക് വന്നു. ഹലോ സോണിയ. അയാൾ ഹൃദ്യമായി ചിരിച്ചു. ഹലോ. എന്താ വായിക്കുന്നത്? നോവലാണ്. ആരുടെ? ഹാർഡിയുടെ. ഏത് നോവലാണ്? ടെസ്. ചേട്ടനുണ്ടോ അകത്ത്? സ്റ്റാൻലിയും ഡൊമിനിക്കും ഉറ്റ ചങ്ങാതിമാരാണ്. ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ട് വരാം. അകത്തേക്ക് പോയ സ്റ്റാൻലി അരമണിക്കൂറിനുള്ളിൽ മടങ്ങിയെത്തി. ചേട്ടനെ കണ്ടോ? മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും. സ്റ്റാൻലി പരിങ്ങി. സോണിയ അയാളുടെ മുഖത്തേക്ക് അമർഷത്തോടെ നോക്കി. അയാളുടെ പരിങ്ങലും ഭാവവും കണ്ട് സോണിയയ്ക്ക് ചിരി വന്നു. തന്റെ മുമ്പിൽ മാത്രം ഇയാളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ശാന്തനാണ്. അജാനുബാഹുവായ ഒരു മനുഷ്യൻ. നോവൽ തുടരും.